ഹായ്, ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഉപ്പുമാവ്, റവ കൊണ്ടുള്ള ഉപ്പുമാവ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കപ്പ് റവ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്യ് ഓപ്ഷണലാണ്. നെയ്യ് വേണ്ട, നെയ്യ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നെയ്യ് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു വറ്റൽമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കൂടാതെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ചേർക്കാം, നമുക്ക് നോക്കിയിട്ട്. ഇപ്പം ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തുള്ളൂ. ഇതൊന്ന് വഴന്ന് വന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഞാൻ 1 കപ്പ് ഉപ്പുമാവിൽ റവയുടെ പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് 1 കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ചേർക്കാം. ഞാനിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിള വന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു 5 to 6 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് കഴിക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് കഴിക്കും. വളരെ ടേസ്റ്റ് ആയിട്ടൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സും കൂടി ഒന്ന് അറിയിച്ചേക്കണേ. ഇതൊരു 5 മിനിറ്റ് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടിയിട്ട് നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചിരവ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ്സ് കൂടി അടച്ച് വെച്ച് നമുക്കിതിനെ വേവിക്കും. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റവ ഉപ്പുമാവാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.